രാജസന്നിധിയിലവൻ തോഴിമാരോടൊന്നു ചേർന്നു. രാജസന്നിധിയിലവൻ തോഴിമാരോടൊന്നു ചേർന്നു. രാജകീയ വസ്ത്രം ഏന്തിയേ കൊണ്ടുവരപ്പൻ ഇടുമെന്ന വേളി നാളതിൽ. രാജകീയ വസ്ത്രം ഏന്തിയേ കൊണ്ടുവരപ്പൻ ഇടുമെന്ന വേളി നാളതിൽ. എൻ മനസ്സുയരുന്നവോ നന്മയേറും വചനത്താൽ. എൻ മനസ്സുയരുന്നവോ നന്മയേറും വചനത്താൽ. ചിന്മയരാജനെ കുറിച്ചു പാടിയ കഥ ചെമ്മയോടറിയിടുന്നു. ചിന്മയരാജനെ കുറിച്ചു പാടിയ കഥ ചെമ്മയോടറിയിടുന്നു. നിയുക്ത വധൂവരന്മാർ, ഒരു കുടുംബങ്ങളിൽ നിന്നുള്ള പ്രിയപ്പെട്ടവർ, ഒരു സഭകളിൽ നിന്ന് ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാർ, വിവിധ ശുശ്രൂഷകളും ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. നിങ്ങളുടെ കരങ്ങളിൽ കിട്ടിയിരിക്കുന്ന ആ പ്രോഗ്രാം ഷീറ്റിലോട്ട് നിങ്ങളൊന്ന് നോക്കുക, അതിൻ്റെ ഫ്രണ്ട് പേജ്. അതിനുശേഷം ഇവരെ രണ്ടുപേരെയും കൂടെ ഒന്ന് നോക്കുക. ഇപ്പോൾ അത് മാറി കേട്ടോ. ഇത്ര നേരം എന്തോ സീരിയസ് ആയിട്ടായിരുന്നു ഇരുന്നെന്നറിയാം. ഈ പുഞ്ചിരി നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനം വരെ തുടരുവാൻ കർത്താവ് സഹായിക്കട്ടെ. ഈ ഫോട്ടോ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവരെ രണ്ടുപേരെയും കുറിച്ച് ചില അസസ്മെൻറ്റ്സ്, അവരെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ ദൈവവചനത്തിൽ നിന്നും ഒന്ന് ചേർത്ത് ഒന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കാരണം രണ്ടുപേരെയും എനിക്ക് ആ നിലയിൽ നേരത്തെ തന്നെ കാണുവാനും പരിചയപ്പെടുവാനും ഒക്കെ ഇടയായിട്ടുണ്ട്. ഷെനിൽ, ഞങ്ങളുടെ സ്ഥലസഭയിലെ ഒരു യുവ സഹോദരൻ, വളരെ ചെറുപ്രായത്തിൽ തന്നെ ആത്മീയമായിട്ട് മുന്നോട്ട് വരുവാൻ കർത്താവ് പ്രിയ പൈതലിനെ കർത്താവ് സഹായിച്ചു. ഇവിടെ യുവ സഹോദരന്മാർക്ക് ഒരു പ്രോത്സാഹനമായിട്ട് തന്നെ താൻ ഇവിടെ ആയിരുന്ന സമയങ്ങളിൽ താനായിരുന്നു. ബാംഗ്ലൂരിലും താനിപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കുന്നു. അതെനിക്ക് മനസ്സിലാക്കാനായിട്ടും ഇടയായിത്തീർന്നു. അതുപോലെ തന്നെ പ്രിയ മകളും പ്രിയ കുടുംബത്തെയും ബഹ്റിനിൽ ചെന്ന് പരിചയപ്പെടുവാൻ കർത്താവ് കൃപ ചെയ്തു. അങ്ങനെ രണ്ടുപേരെയും ഒരുമിച്ച് ഒരു വേദിയിൽ ഇങ്ങനെ കാണുവാനിടയായതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പ്രിയ ഷെനിലെ സംബന്ധിച്ച് ഒരു കാര്യം കൂടെ, അവൻ ഭാഗ്യവാനാണ്. ഇന്ന് നന്മ കിട്ടിയത് കൊണ്ട് മാത്രമല്ല, അവൻ്റെ വല്യമ്മച്ചി ഒരു പ്രാർത്ഥിക്കുന്ന മാതാവായിരുന്നു. അത് ഞാൻ രക്ഷയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഈ അമ്മച്ചിയുടെ പ്രാർത്ഥന രാവിലെ വെളുപ്പിനെ 5 മണിക്ക് ഞാൻ യാത്ര ചെയ്യാൻ ഞാൻ സ്വാഗതമുക്കിൽ ചെല്ലുമ്പോൾ ഈ അമ്മച്ചിയുടെ ഉറച്ച പാട്ടും പ്രാർത്ഥനയും ഞാൻ കേട്ടിട്ടുണ്ട്. തലമുറകൾ അനുഗ്രഹിക്കപ്പെടും, യാതൊരു സംശയവുമില്ല. അങ്ങനെ ഒരു വലിയ ഭാഗ്യം ഷെനിലിനെ സംബന്ധിച്ചുണ്ട്. മാതാപിതാക്കളോടുള്ള ബന്ധത്തിലാണെങ്കിലും ഇരു കുടുംബങ്ങളോടുള്ള ബന്ധത്തിലാണെങ്കിലും കർത്താവ് ആ നിലയിൽ പ്രിയപ്പെട്ടവരെ സഹായിച്ചിട്ടുണ്ട്. നല്ലൊരു അനുഗ്രഹിക്കപ്പെട്ട ഒരു വചന ശുശ്രൂഷ നമ്മൾ കേട്ട് കഴിഞ്ഞു. എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ഇന്ന് കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ ഇന്ന് കേരളത്തിൽ താനായിരിക്കുന്നു. എന്നാൽ ലോകമെമ്പാടും കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവദാസനാണ്. പ്രിയപ്പെട്ടവരിൽ നിന്നും ഇന്ന് ദൈവവചനം കേൾക്കാൻ നമുക്കൊരു വലിയ ഭാഗ്യം ലഭിച്ചതോർത്തും ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. 128 സങ്കീർത്തനം 4-ാമത്തെ വാക്യത്തിൻ്റെ അവസാനവും 5-ാമത്തെ വാക്യത്തിൻ്റെ പ്രാരംഭവാക്യം കൂടെ ചേർത്ത് ഞാൻ ഇങ്ങനെ വായിക്കുകയാണ്. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. അത് കഴിഞ്ഞിട്ട് യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ. വിവാഹ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന ദൈവദാസൻ ഏറ്റവും ഒടുവിൽ ആശംസയായിട്ട് ഈ സങ്കീർത്തനം വായിക്കും എന്ന് ഞാൻ കരുതുന്നു. വായിക്കും. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവരെ രണ്ടുപേരുടെയും ഈ ഫോട്ടോ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ ഇവരെ ദൈവവചനത്തിലെ ചില കാര്യങ്ങളോട് ഞാനതൊന്ന് തുലനപ്പെടുത്താനായിട്ട് ഞാൻ ആഗ്രഹിച്ചു. അപ്പോൾ ഈ സങ്കീർത്തനമാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത്.
പ്രിയ മകളോടുള്ള ബന്ധത്തിൽ 128 സങ്കീർത്തനത്തിൽ തന്നെ ഉണ്ട്. എന്നാൽ യഹോവ ഭക്തനായ പുരുഷൻ, ഒരു ഭാര്യ, മക്കൾ, ഇതിനെ ഞാൻ തുലനപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നത് സങ്കീർത്തനക്കാരൻ ചെയ്തിരിക്കുന്ന അതേ കാര്യം തന്നെയാണ്. ഭാര്യയോടുള്ള ബന്ധത്തിൽ തുലനപ്പെടുത്തുന്നത് അവിടെ പറഞ്ഞിട്ടുണ്ട്, മക്കളോടുള്ള ബന്ധത്തിലും അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ യഹോവ ഭക്തന്മാരായിട്ടുള്ള, നീതിമാന്മാരായിട്ടുള്ള പുരുഷന്മാരെ ബൈബിളിൽ ഒരു വൃക്ഷത്തോട് തുലനപ്പെടുത്തിയിട്ടുണ്ട്, ധാരാളം വൃക്ഷങ്ങളോട് തുലനപ്പെടുത്തിയിട്ടുണ്ട്. ഷെനിലിൻ്റെ നീളം കണ്ടപ്പം, ഈ ഫോട്ടോയിൽ നല്ല നീളമുണ്ട്, ഷെനിലിന് നല്ല നീളമുണ്ട്. ഈ നീളം കണ്ടപ്പോൾ ഒരു വൃക്ഷത്തോട് നമുക്ക് തുലനപ്പെടുത്താം. 92 സങ്കീർത്തനത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, നീതിമാനോടുള്ള ബന്ധത്തിലാണ് വായിക്കുന്നത്. അവൻ ലെബാനോനിലെ ദേവദാരു പോലെ വളരുമെന്നാണ്. ലെബാനോനിലെ ദേവദാരു പോലെ വളരും. യഹോവ ഭക്തനായ പുരുഷൻ, നീതിമാനായ പുരുഷൻ. എന്തിനാ ഈ ദേവദാരുവിനെ തുലനപ്പെടുത്തി പറഞ്ഞിരിക്കുന്നത്? അതെ, പറയാൻ ധാരാളം കാരണങ്ങൾ ദൈവവചനത്തിലുണ്ട്. ദേവദാരുവിനെ കുറിച്ച് ബൈബിളിൽ ഒത്തിരി വാക്യങ്ങൾ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് വളരെ പൊക്കത്തിൽ വളരുന്ന ഒരു വൃക്ഷമാണ്. വളരെ പൊക്കത്തിൽ വളരുന്ന ഒരു വൃക്ഷമാണ്. ഏതൊരു പുരുഷനെ കുറിച്ചും ക്രിസ്തുവെന്ന തലയോളം പുരുഷത്വം പ്രാപിക്കണം എന്നെല്ലാം ദൈവവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം അവൻ ക്രിസ്തുവിനെ പ്രതിനിധാനം ചെയ്യുന്നവനാണ്. ഒരു കുടുംബത്തോടുള്ള ബന്ധത്തിലും ക്രിസ്തുവെന്ന തലയോളം വളരുന്ന ഒരു പുരുഷൻ. ഇപ്പോൾ വരെ ഷെനിലിനെ നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഷെനിലെന്നല്ല, ചെറുക്കൻ എന്നാണ്. പക്ഷെങ്കിൽ അവൻ പുരുഷൻ എന്നുള്ള ആ ഒരു സ്റ്റേജിലേക്ക് വരികയാണ്. യഹോവ ഭക്തനായ ഒരു പുരുഷൻ, അവൻ ക്രിസ്തുവെന്ന തലയോളം വളരും. ഇനി അത് മാത്രവുമല്ല, ദേവദാരുവിൻ്റെ അടുത്ത പ്രത്യേകത, ഇതിന് വളരെ കൊമ്പുകളുമുണ്ട്. ഇതിൻ്റെ ഇലകൾ വളരെ ഇടതൂർന്ന് വളർന്ന് അത് വലിയ തണൽ നൽകുന്നതാണ്. ഒരു ഭർത്താവിനെ കുറിച്ച്, ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു പുരുഷനെ കുറിച്ച് ദൈവവചനം പറയുന്നത്, അവൻ അവൻ്റെ കുടുംബത്തിന്, അവൻ്റെ ഭാര്യയ്ക്ക്, അവൻ്റെ മക്കൾക്ക് ഇതുപോലെ ഒരു ദേവദാരു വൃക്ഷം പോലെ ഒരു തണലായിരിക്കണം എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല, ഇനിയും ദേവദാരുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ചില വാക്യങ്ങൾ മാത്രം ഞാനൊന്ന് പറയുകയാണ്. പണ്ട് ഈ കപ്പലുകൾക്കൊക്കെ പാമരം ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്നത് ഈ ദേവദാരുവിൻ്റെ തടിയാണ്. എന്തിനാണ് ഈ ദേവദാരുവിൻ്റെ തടി ഈ കപ്പലിൻ്റെ പാമരം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നത്? മറ്റൊന്നുമല്ല, ആ പായ് ഈ മരത്തിന്മേൽ കെട്ടിയിട്ട് ഈ കപ്പല് കാറ്റിൻ്റെ എതിർദിശയിൽ, അല്ലെങ്കിൽ കാറ്റിനെ അഭിമുഖീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിനനുകൂലമായിട്ട് എന്തുമായിക്കൊള്ളട്ടെ മുന്നോട്ട് നയിക്കുവാൻ അത് മതിയായതായിരുന്നു. ഒരു കുടുംബജീവിതത്തോടുള്ള ബന്ധത്തിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഒരു കുടുംബജീവിതത്തിൻ്റെ ആ നിയന്ത്രണം തലയായിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു പുരുഷനിൽ നിക്ഷിപ്തമാണ് എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഇനി അത് മാത്രമല്ല, ഇനിയും അനേക പ്രത്യേകതകൾ. അത് പാമരം മാത്രമല്ല, ഒരു വീടിന്, ഒരു ആലയ നിർമ്മാണത്തോടുള്ള ബന്ധത്തിൽ, ദൈവാലയ നിർമ്മാണത്തോടുള്ള ബന്ധത്തിലൊക്കെ ശലോമോൻ രാജാവൊക്കെ ഈ ദേവദാരു ധാരാളം ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു ഭവനത്തിൻ്റെ ഉത്തരം, തുലാം, കഴുക്കോല്, അതിൻ്റെ പലകകൾ, ഇതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് ഈ ദേവദാരു കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ഭവനത്തിൻ്റെ നിർമ്മാണത്തോടുള്ള ബന്ധത്തിൽ, അതിൽ കെട്ടിപ്പടുക്കുന്നതിനോടുള്ള ബന്ധത്തിൽ, അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ ഒരു പുരുഷന്, ഒരു ഭർത്താവിന് ഒരു വലിയ ഉത്തരവാദിത്തം ഉണ്ട് എന്നുള്ളത് മറക്കുവാനായിട്ട് പാടില്ല. ഇനി അത് മാത്രവുമല്ല, ഈ ദേവദാരുവിൻ്റെ അടുത്ത ഒരു പ്രത്യേകത, യഹോവയുടെ ശബ്ദം. ബാക്കി പറഞ്ഞു, ഷെനിലിന്റെ ദൈവവചനമൊക്കെ നന്നായിട്ടറിയാം. അത് ലെബാനോനിലെ ദേവദാരുക്കളെ അതെന്ത് ചെയ്യുന്നു? തകർക്കുന്നു എന്നാണ് വായിക്കുന്നത്. ഒരു പുരുഷൻ യഹോവയുടെ ശബ്ദത്തിന്റെ മുമ്പാകെ, ദൈവവചനത്തിന്റെ മുമ്പാകെ അവൻ തകർക്കപ്പെടുന്നവനാണെങ്കിൽ അവന്റെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. യഹോവയുടെ ശബ്ദം ഒരു കുടുംബത്തിന്റെ നാഥന് കേൾക്കാനായിട്ട് കഴിഞ്ഞാൽ, അത് കുടുംബത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞാൽ, അവന്റെ കുടുംബജീവിതം ഏറ്റവും അനുഗ്രഹിക്കപ്പെടും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ
അനുഗ്രഹിക്കപ്പെട്ടവനായിരിക്കും. ഒരു ദേവദാരുവിനെ പോലെ വളർന്ന് ദൈവാലയ നിർമ്മാണം, ആലയ നിർമ്മാണം. ഇനി അത് മാത്രവുമല്ല, ഇത് ദൈവാലയം പണിയോടുള്ള ബന്ധത്തിൽ അതിൻ്റെ പ്രധാന തൂണുകളാക്കുന്നതിന് ഈ ദേവദാരുവിനെ കൊള്ളിക്കാം. ഷെനിലിനെ സംബന്ധിച്ചിടത്തോളവും ദൈവസഭയുടെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ, അതിൻ്റെ കെട്ടുപണിയോടുള്ള ബന്ധത്തിൽ പ്രിയ മകനെ കൊള്ളിക്കാം. കാരണം ദൈവം അവൻ ആ നിലയിൽ ഒരു വിളി കൊടുത്തിട്ടുണ്ട്. അവൻ വേർപെട്ടിട്ടുണ്ട്, അതിനുവേണ്ടി സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. താൻ ഏതു സ്ഥലം സഭയിൽ ചെന്നു കഴിഞ്ഞാലും തന്നാൽ ആവത് ദൈവം തനിക്ക് കൊടുത്തിട്ടുള്ള കൃപാവരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് താൻ കർത്താവിനെ ശുശ്രൂഷിക്കുവാൻ താൻ മതിയായവനാണ്. പ്രിയഷനിലെ നിന്റെ കുടുംബജീവിതത്തിൽ ഇങ്ങനെ നീ അനുഗ്രഹിക്കപ്പെട്ടവനായിട്ട് മുന്നോട്ട് പോകുവാൻ കർത്താവ് കൃപ നൽകുമാറാകട്ടെ. 2, ഇനി 128 സങ്കീർത്തനത്തിൽ തന്നെ ജീജ ചിരിക്കുന്നു, ഞാൻ എന്താ പറയാൻ വരുന്നതെന്ന്. 1, ദേവദാരു. ഇച്ചിരൂടെ കഴിയുമ്പോൾ ഇവരെ 2 പേരെയും ദൈവദാസനെ എഴുന്നേൽപ്പിച്ച് നിർത്തും. അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാകും. 2, ഭാര്യയെക്കുറിച്ച് ദൈവവചനം പറയുന്ന 128 സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത് അവൾ ആരാണ്? വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ ആയിരിക്കും. ഈ മുന്തിരിവള്ളി എവിടെ വരെ വളരാം? എത്രയും പൊക്കത്തിൽ വളരാൻ പറ്റും? മകളെ നോക്കിയാൽ മതി. അത്രയാകാവൂ ഭാര്യമാർ. കുടുംബജീവിതത്തിൽ ഭർത്താവ് ക്രിസ്തു എന്ന തലയോളം വളരുമ്പോൾ ഇനിയും ഭർത്താവിനോടൊപ്പം നിൽക്കുക എന്നുള്ളതല്ല. ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഓർഡർ ഉണ്ടെന്നേ, ഒരു ക്രമീകരണമുണ്ടെന്നേ, ഒരു വിധേയത്വമുണ്ടെന്നേ, ഒരു സമർപ്പണമുണ്ടെന്നേ, ഒരു കീഴ്വഴക്കമുണ്ടെന്നേ. അത് നമ്മളുടെ മക്കൾ കാണണം, നമ്മുടെ തലമുറകൾ കാണണം. അതങ്ങനെ തന്നെയാണ്. ഇനിയും അത് തന്നെയുമല്ല, ഈ ദേവദാരു പോലെ നിൽക്കുന്ന ഈ ഷെനിലിനെക്കാട്ടിലും ഈ ഭാര്യ അങ്ങ് വളരുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? 1, ഇതിന് ശരിയായ ഫലമുണ്ടാവുകയില്ല. 2, അത് കാട്ടുമുന്തിരിങ്ങിയായിരിക്കും. അതുകൊണ്ട് എന്താ ചെയ്യുന്നതെന്നറിയാമോ? അവിടെ ഒരു പ്രൂണിംഗ് ഉണ്ട്. അല്ലെങ്കിൽ തലയ്ക്കു മീതെ വളരാതെ അതിനെ ക്രമീകരിച്ച് അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യം വരത്തില്ല കേട്ടോ. പ്രിയ മകളെ സംബന്ധിച്ചിടത്തോളം അവൾ നല്ല ആത്മീക പൈതൃകമുള്ള അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഒരു മകളാണ്. അവൾക്കും ദൈവവചനം നന്നായിട്ടറിയാം. അങ്ങനെയൊന്നും വേണ്ടി വരത്തില്ല. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ ആയിരിക്കും. മറക്കരുത്, സഹോദരിമാരെ കുറിച്ച് നിങ്ങളൊക്കെ വീട്ടിനു വെളിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വ്യഗ്രത കൊള്ളുന്നവരായിരിക്കാം. എന്നാൽ ഒന്നാമത്തെ ഉത്തരവാദിത്തം നിങ്ങൾ വീട്ടിനകത്ത്, നിന്റെ ഭർത്താവ് പട്ടണവാതിക്കൽ പ്രസിദ്ധനാകണമെങ്കിൽ നീ വീട്ടിനകത്ത് ആ 4 ചുവരിനുള്ളിൽ നീ ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ ആയിരുന്നാൽ അതിനിടയായി തീരുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. 3, നിങ്ങളുടെ മക്കൾ. കർത്താവ് വരാൻ താമസിച്ചാൽ കർത്താവ് നിങ്ങൾക്ക് ആയുസ് ദീർഘമാക്കി തരുന്നുവെങ്കിൽ കർത്താവ് നിങ്ങൾക്ക് മക്കളെ നൽകും. ഒലിവ് തൈക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട്. ഒരു പ്രത്യേകത പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ ഒലിവ് വൃക്ഷം, അതിനെ വെട്ടിയാൽ അതിൻ്റെ ആ തടിയിൽ നിന്ന് ചുറ്റും അത് പൊട്ടിക്കിളിർക്കും. അല്ല, അത് വെട്ടുന്നില്ല എങ്കിലും അതിൻ്റെ കായ്കൾ വീണ് അതിൻ്റെ ചുറ്റും ഒലിവ് തൈകൾ വളർന്നിങ്ങനെ വരികയാണ്. എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? ഈ ഒലിവ് മരം പ്രായമായി അതിൻ്റെ ഫലമെല്ലാം കൊഴിഞ്ഞ് അത് വാർദ്ധക്യത്തിലും ഫലം കായ്ക്കും. എന്നാൽ അത് ബലഹീനമായി അത് വീഴാൻ തുടങ്ങുമ്പോൾ ഈ ഒലിവ് തൈകൾ അതിൻ്റെ ചുറ്റും നിന്ന് ഈ കായ്ച്ച ഈ ഒലിവ് മരത്തെ സംരക്ഷിക്കുക എന്നുള്ളത് ഈ ഒലിവ് തൈകളുടെ ഏറ്റവും വലിയ ഒരു ഉത്തരവാദിത്തമാണ്. നിന്റെ മക്കൾ, പറഞ്ഞ മോനെ, നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയിരിക്കും. ഇന്ന് അനേക മാതാപിതാക്കൾ മക്കളുടെ സ്നേഹത്തിന് വേണ്ടി കെഞ്ചുകയാണ്, അവരുടെ സംരക്ഷണത്തിന് വേണ്ടി കെഞ്ചുകയാണ്. ഞാൻ പറയട്ടെ, നിങ്ങളെ വളർത്തി വലുതാക്കി നിങ്ങൾക്ക് വിദ്യാഭ്യാസം തന്ന് ഇത്രത്തോളം നിങ്ങളെ ആക്കിയ, നിങ്ങളെ കൊണ്ടുവന്ന് അവരെത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ട് എനിക്കറിയാം. ഷെനിലിന്റെ പിതാവ് വളരെ കഷ്ടപ്പെട്ടു മക്കളെ വളർത്തുവാൻ, അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുവാൻ, നല്ല വിദ്യാഭ്യാസം കൊടുത്തു. കർത്താവ് സഹായിക്കട്ടെ. മാതാപിതാക്കളോട് ഒരു വലിയ ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. യഹോവ സിയോനിൽ നിന്ന്
നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ തിരുനാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.